നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയ ഒരു ചെറിയ സംഭവം അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1617 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സുവിശേഷ പ്രസംഗം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളോട് വന്നിട്ട് പറഞ്ഞു, ഈ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബം രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും വലയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ സാധിക്കുമോ? അദ്ദേഹം വിൻസെന്റ് പോൾ അന്നത്തെ കുർബാനയിൽ ഈ വിവരം ജനങ്ങളെ അറിയിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ആളുകൾ ധാരാളം സഹായങ്ങളുമായി എത്തി. അവർ പോയി ആ കുടുംബത്തെ സഹായിച്ചു. അപ്പോൾ അതിന് മുൻകൈ എടുത്ത ആ സ്ത്രീകളോട് വിൻസെന്റ് പോൾ പറഞ്ഞു, നമുക്ക് ഇത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാം. അത് പിന്നീട് ഒരുപാട് പേരെ സഹായിക്കുന്നതിനുള്ള നിമിത്തമായി മാറി. 16-ാം നൂറ്റാണ്ടിൽ 1581 ജനിച്ച് 1660 അദ്ദേഹം മരിച്ചു. 20-ാമത്തെ വയസ്സിൽ വൈദികനായി. നിയമപ്രകാരം 25 വയസ്സ് ആകണം വൈദികനാകണമെങ്കിൽ. എങ്കിലും അദ്ദേഹം നേരത്തെ വൈദികനായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വൈദികനാവുക എന്നുള്ള മോട്ടിവേഷൻ കൊടുത്തത് മാതാപിതാക്കന്മാരാണ്. സാമാന്യം തിരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അന്ന് വൈദികരും മെത്രാന്മാരും ഒക്കെ സഭയില് ലോക സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. ഭൗതികമായ അധികാരങ്ങളുള്ള ഒരു കാലഘട്ടം. ഫ്രാൻസിലെ പാരീസില് അദ്ദേഹം വൈദികനാകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിചാരം ഇരുന്നതും അവിടെ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു നല്ല ഉദ്യോഗം എന്ന നിലയിൽ ഒരു വൈദികനായി കുറെ പൈസയൊക്കെ ഉണ്ടാക്കി നേരത്തെ റിട്ടയർ ചെയ്ത് കുടുംബത്തിന്റെ കാര്യങ്ങളിലും കുറെയൊക്കെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളൊരു മോട്ടിവേഷനോട് കൂടിയാണ് അദ്ദേഹം അച്ഛനാവുക. എന്നാൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശങ്ങളിലൂടെയും ഒരു പുതിയ ഉന്മേഷം അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഉണ്ടായി. അന്ന് സഭയും മറ്റുള്ളവരും പരിഗണിക്കാതിരുന്ന, തെരുവിധികളിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ടിരുന്ന ദരിദ്രരും രോഗികളുമായിരുന്ന ആളുകളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും അതിന് സഹായിക്കുവാൻ സന്നദ്ധതയുള്ള സമൂഹങ്ങളെ വാർത്തെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വീണ്ടും ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഫ്രെഡറിക് ഒസാന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹവും പ്രത്യേകിച്ച് ഒരു വിശുദ്ധനായി ജനിച്ചയാളല്ല വിൻസെന്റ് പോളിനെ പോലെ തന്നെ അദ്ദേഹത്തിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയ ആദ്യം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരുടെ ഒരു സംഘടന അവർക്കുണ്ടായിരുന്നു. അതില് അവര് പല ഡിസ്കഷൻ ഗ്രൂപ്പായിരുന്നു. ആ ഡിസ്കഷൻ ഗ്രൂപ്പുകളിൽ സഭയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ച് ന്യായീകരിച്ച് അവർ പറയുന്ന അവസരത്തില് അവരെ എതിർക്കുന്നവർ ചോദിച്ചു, പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുക? ഇവിടെ യുദ്ധം മൂലവും മറ്റു പല കെടുതികൾ മൂലവും ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ചെയ്യാതെ നിങ്ങൾ ഈ തത്വങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ക്രിസ്തുവിന്റെ അനുയായിയാണെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചു. 1813 മുതൽ 1853 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഒരു ലോയറായിട്ടും ഒരു ജേർണലിസ്റ്റായിട്ടും ഡോക്ടറേറ്റ് ഡിഗ്രി വരെ എടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് വിൻസെന്റ് പോൾ സ്ഥാപിച്ചതായ സന്യാസ സമൂഹത്തിലെ ഒരു പിന്നീട് ബ്ലസ്സഡായി മാറിയ റോസലി വെല്ലു എന്ന് പറയുന്ന ഒരു സന്യാസിനിയുമായിട്ട് അവർ ആലോചിച്ച് അവര് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു സന്യാസിനിയായിരുന്നു മദർ തെരേസയെ പോലെ. അതുകൊണ്ട് ആ സന്യാസിനിയുടെ സഹായത്തോടുകൂടി 1833 മെയ് മാസത്തിലാണ് ഈ വിൻസെന്റ് പോളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. പ്രത്യേകിച്ച് അന്ന് കോളറ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ധാരാളം ആളുകൾ മരിക്കുന്നു, അവരെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് ഇവർ കോളറ ബാധിച്ച ആളുകൾക്ക് വേണ്ട രീതിയിൽ ശുശ്രൂഷ കൊടുക്കുവാനും ഈ കോളറ മൂലം വിധവകളായി തീർന്ന സ്ത്രീകളുടെ സാമ്പത്തികമായി, പ്രത്യേകിച്ച് അന്ന് വിധവരായിരുന്നതുകൊണ്ട് അവർക്ക് തീ കായാണ്ട് വിറകെത്തിച്ചു കൊടുത്തുമൊക്കെ സഹായിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആ ഒരു ചലഞ്ചാണ്, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് എന്താണ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമാണ് ഫ്രെഡറിക് ഒസാനയെയും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും
വിശുദ്ധ വിൻസെന്റ് പോളിന്റെ നാമം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനും സഹായകമായി തീർന്നത്. അദ്ദേഹവും വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധന്റെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ സൊസൈറ്റി അൽമായറുടേതായിട്ട് നടക്കുന്നുണ്ട്. ഫ്രെഡറിക് ഗസാന ഒരു അൽമായനായിരുന്നു, വിവാഹിതനായിരുന്നു. ഇന്ന് അൽമായ പ്രേക്ഷിതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഈ ധാരാളം നന്മകൾ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിൻസെന്റ് പോളിന്റെ ജീവിതവും അതോടൊപ്പം തന്നെ ഫ്രെഡറിക് ഗസാനാമിന്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ കോട്ടയം അതിരൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് സോഷ്യൽ സർവീസിലേക്ക് എന്നെ പിതാവ് ക്ഷണിച്ചത്, എൻ്റെ ഡയറക്ടറായിട്ട്. കാരണം എനിക്ക് ആ ഒരു ഫീൽഡിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല, കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഫണ്ടിങ് ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രൂപതയിൽ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് സാമൂഹിക പ്രവർത്തനം ചെയ്യുക. അങ്ങനെ അവര് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമാന്യമുള്ളവർക്കും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക സഹായം, മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകാം എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ സ്വയാശ്രയ സംഘങ്ങൾ കൂടാതെ നമ്മൾ ചെയ്യുവാനിടയായി. അതിന് CBR എന്നാണ് പറയുക, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വീടുകളിൽ തന്നെ അവരെ പാർപ്പിച്ചുകൊണ്ട് ഡേ കെയർ സെന്ററുകളും അവരുടെ വീടുകളിൽ പോയുള്ള പരിശീലനവും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ അനുഭവമായിരുന്നു. വിൻസെന്റ് പോളിന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഫ്രെഡറിക് ഗസാനാമിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, ഒരു ജീവിതത്തിൽ ഒരു ചലഞ്ച് ഉണ്ടായ ഒരു സമയമായിരുന്നു അത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ അവരുടെ തന്നെ കുഴപ്പമുണ്ടാകാൻ എന്ന് വരികയും ഓട്ടിസമുള്ള, ബുദ്ധിമാന്യമുള്ള അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ള, ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. അവര് 40-45 വയസ്സ് വരെ അവരെ സംരക്ഷിക്കേണ്ടി വരുന്നു. ഒരു പ്രായം വളരുന്തോറും അവര് മാനസികമായി വളരുന്നില്ല, ബുദ്ധിപരമായി വളരുന്നില്ല. അതുകൊണ്ട് അവരെപ്പോഴും ശിശുക്കളെ പോലെയാണ്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഇവിടെ ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന മാലാഖമാരെയാണ് നിങ്ങൾ പരിചരിക്കുക, മനുഷ്യരായ മാലാഖമാരെ. കാരണം അവർക്ക് ഒരു തെറ്റുമില്ല. കാരണം അവർക്ക് നന്മ തിന്മകൾ തിരിച്ചറിയുവാനുള്ള കഴിവില്ല. പക്ഷെ പ്രായമുണ്ട്, ശാരീരിക വളർച്ചയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കന്മാർ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കന്മാരെയും സഹായിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പൊ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തോടെ നമ്മൾ കൂടുതൽ അടുക്കുക. ഭൗതികമായ സമ്പത്തിന് വേണ്ടിയോ അധികാരങ്ങൾക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ നാം ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകലുകയാണ്, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നും അകലുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിച്ചതിനേക്കാൾ എളുപ്പം ഒട്ടന സൂചിക്കോടിലൂടെ കടന്നു പോവുകയാണ്. കാരണം ധനവാന്റെ ദൈവം ധനമാണ്, അധികാരമോഹമുള്ളവന്റെ ദൈവം എന്ന് പറയുന്നത് അധികാരമാണ്. ഇവിടെ ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചെടുക്കുകയുണ്ടായി, മോശ 40 ദിവസവും 40 ദിനരാത്രങ്ങൾ സീനായി മലമുകളിൽ പോയി കർത്താവിനോട് കൂടി ആയിരിക്കുമ്പോൾ, മോശയ്ക്ക് ദൈവം നേരിട്ട് പരിശീലനം കൊടുക്കുമ്പോൾ, നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൽപ്പനകൾ എണ്ണിക്കൊടുക്കുമ്പോൾ ഇവിടെ ജനം അക്ഷമരാവുകയാണ്. അവര് അഹറോന്റെ നേതൃത്വത്തില് അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി, സ്വർണം കൊണ്ടുള്ള കാളയുടെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ ദൈവം കോപാകുലനാകുന്നുണ്ട്. ആ കാളക്കുട്ടിയുടെ വിഗ്രഹം ഇടിച്ച് പൊടിച്ച് അത് ഒഴുക്കിക്കളയുകയും അതിന്റെ ചാരം അവരെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാരണം അവരെ ആ തലമുറയ്ക്ക് പിന്നെ വാഗ്ദത്തം പോയി കാണുവാൻ സാധിച്ചില്ല. മോശ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അഹ്റോന്റെ ജീവൻ രക്ഷപ്പെട്ടത്. പുരോഹിതനായിരുന്ന അഹ്റോൻ പോലും വഴിതെറ്റിപ്പോയി, ജനതകൾ മുഴുവൻ വഴിതെറ്റിപ്പോയി. കാരണം ദൈവത്തെ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ, ഈജിപ്തിലെ കാളക്കുട്ടിയുടെ പിന്നാലെ വീണ്ടും പോകുന്ന അവസ്ഥാവിശേഷം. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും സമൃദ്ധികളും നൽകുന്നത് ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തെയും ശുശ്രൂഷിക്കുവാനാണ്. നമുക്ക് നൽകുന്ന സമ്പത്ത്, നമുക്ക് നൽകുന്ന സമയം, നമുക്ക് നൽകുന്ന കഴിവുകൾ, ഇതെല്ലാം നമ്മളുടെ ദൈവത്തിന്റെ ദാനമാണ്. അവയെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാക്കിക്കൊണ്ട് ഉപയോഗിക്കുവാനുള്ളതുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ ടൈർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നതായി പറയുന്നുണ്ട്. അതായത് ഈശോ യൂദയായിലും ഇസ്രായേലിലെ ഗലീലി പ്രദേശങ്ങളിലുമെല്ലാം സുവിശേഷവൽക്കരണം നടത്തിയിട്ട് അവസാനം യെരൂശലേമിൽ പോയി കുരിശുമരണം വരിക്കാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട്
ഒരു തയ്യാറെടുപ്പെന്ന നിലയിൽ ഇസ്രായേലിന്റെ ആ അതിർത്തികൾ വിട്ട്, കാരണം അന്ന് ഇസ്രായേൽക്കാര് വിജാതീയരുമായി ഇടപെടുകയില്ല, വിജാതിയുടെ ഇടയിൽ താമസിക്കുകയില്ല. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്ത ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിജാതീയരെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കണം, എന്നിട്ട് നിങ്ങൾ മാത്രമായി താമസിക്കണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വിജാതിയരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ഒന്നിച്ച് താമസിച്ചിരുന്നത്, അതുകൊണ്ടാണ് അവർ വംശശുദ്ധി പാലിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആളുകൾ മാറി കാനാൻ ദേശമാണ് അവർ കൈയടക്കിയത്. കാനാൻ എന്ന് പറയുന്നത് നോഹയുടെ മകന്റെ മകനാണ്, കൊച്ചുമകനാണ്. അവൻ താമസിച്ചിരുന്ന പ്രദേശമാണ് കാനാൻ ദേശം. ആ കാനാൻ ദേശത്ത് താമസിച്ചിരുന്നവര് മാറി താമസിക്കുന്ന ആ ടൈർ സീദോൻ പ്രദേശത്തുള്ള ഒരു കാനാൻകാരി സ്ത്രീയെയാണ് ഈശോ അവിടെ കാണുക. അവളുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം, അവളുടെ മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു. അവൾ ഈശോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈശോ അവളെ തേടി അവളുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈശോ അവളെ തേടി എത്തുകയാണ്. അവിടെ വരുമ്പോൾ അവളെ കർത്താവിന്റെ കാൽക്കൽ കാണ വീഴുന്ന അപേക്ഷിക്കുന്നത്, യേശുവെ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ്. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദ് കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ആളാണ്. പക്ഷെ ദാവീദിന്റെ ആ ശിഖരത്തിൽ നിന്നായിരിക്കും രക്ഷകൻ വരിക. അപ്പൊ അതുകൊണ്ട് ഇത് രക്ഷകനാണ് എന്നുള്ള അവളുടെ വിശ്വാസ പ്രഖ്യാപനം അവള് കർത്താവിന്റെ മുമ്പില് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്. അപ്പൊ അത് അപ്പസ്തോലന്മാർക്ക് ഒരു പുതിയ അനുഭവമായി മാറുകയാണ്. ഒരു വിജാതീയ സ്ത്രീയെ കർത്താവിനെ ദാവീദിന്റെ പുത്ര എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുക. ഇനി ഈശോയ്ക്ക് സത്യതയ്ക്കലായിട്ട് ഭക്ത രൂപത്തില് പറയുകയാണ്. യഹൂദന്മാരുടെ സങ്കല്പം അനുസരിച്ച് വിജാതീയർ എന്ന് പറയുന്നത് നായ്ക്കുട്ടികൾക്ക് തുല്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നായ്ക്കളെ കുറിച്ചൊക്കെ എപ്പോഴാണ് വാട്സപ്പിലും ന്യൂസുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത് ഒരു അവജ്ഞാവിശേഷത്തോടുകൂടിയാണ് അവർ കാണുക, ഇവിടെ വളർത്തുനായെ കുറിച്ചല്ല. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മക്കളെ തേടി വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മക്കളായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ മക്കളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ നായ്ക്കുട്ടികളെ തേടിയല്ല എന്ന് കർത്താവ് പറയുന്നത് ഇവിടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോഴാണ് അവൾ പറയുന്നത്, അവളെ എത്രയോ ബുദ്ധിയോടുകൂടിയാണ് അവൾ പറയുക, എങ്കിലും നായ്ക്കുട്ടികൾ പോലും യജമാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷണങ്ങൾ കൊണ്ട് ജീവിക്കുന്നില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മേശപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മേശപ്പുറത്ത് നിന്ന് ആഹാരം ഇട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞിന് ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഈ വളർത്തു നായ്ക്കൾക്കും നമ്മുടെ ആഹാരത്തിന്റെ വീതം കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ഈ കരുണ ചെയ്തു തരാൻ പാടില്ലേ. അപ്പോഴാണ് ഈശോ പണ്ട് ശതാധിപനോട് പറഞ്ഞതുപോലെ, നിന്റെ വിശ്വാസം എത്രയോ വലുതാണ്. കാരണം വലിയ വിശ്വാസം ദാവീദിന്റെ പുത്രനാണ്, തന്നെ അവിടെ പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ അക്ഷമരായിരുന്ന 40 ദിവസം കൊണ്ട് അക്ഷമരായി കാളക്കുട്ടിയെ ആരാധിച്ച ഒരു ജനതയുടെ ഭാഗമാണ് ഒന്നാം വായനയിൽ വായിച്ചു കേട്ടത് എന്ന് ഒരിക്കലും ഇവിടെ ക്ഷമയോടുകൂടി കർത്താവിന്റെ അടുക്കല് സഹായം അപേക്ഷിക്കുകയാണ്. വളരെ എളിമയോടുകൂടി അവൾ കാണുവാൻ അപേക്ഷിക്കുമ്പോൾ ദൈവം കനിയുകയാണ്. പലപ്പോഴും ചോദിക്കുന്നതല്ല, ചോദിക്കുമ്പോഴേ കിട്ടണമെന്നുള്ള നിർബന്ധമല്ല, മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നിലനിർത്തുകയും അതിൽ അധിഷ്ഠിതമായി വിൻസെന്റിപ്പോഴും പ്രകൃതി അവസാനവും ഒക്കെ ചെയ്തതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം യാതൊന്നാവുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രതിച്ഛായ വേദന അനുഭവിക്കുന്നവരിൽ നമ്മൾ കാണുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നാം ചോദിക്കാതെ തന്നെ നമ്മളുടെ മേലുണ്ടാകും. അതുകൊണ്ട് ഈ കാരുണ്യ വർഷത്തില് കരുണയുടേതായ ഒരു മനോഭാവം നമ്മളിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണം തുടരാം.